കന്യാകുമാരിയിൽ നടത്തിയ പരിശോധന എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ രാവിലെ 6 മണിക്ക് കേരള പോലീസ് സംഘം കന്യാകുമാരിയിൽ എത്തിയതാണ്. കേരള പോലീസിനെയും തമിഴ്നാട് പോലീസിനെയും സംഘം 6 മണി മുതൽ ഇപ്പോൾ 12:15 എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറിലധികമായി നടത്തിയ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഒന്നും കിട്ടുന്നില്ല. ആകെയുള്ള ഒറ്റ മൊഴി എന്ന് പറഞ്ഞാൽ ആ ഓട്ടോ ഡ്രൈവറുടെ മൊഴി മാത്രമാണ്. പിന്നെ ചായക്കടക്കാരനെ സ്ഥിരീകരിക്കാത്ത ഒരു വിവരം കൂടിയുണ്ട്. അതല്ലാതെ കന്യാകുമാരി ഇത്രയധികം നടത്തിയ പരിശോധനയിലും കാര്യമായ ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനയോ ഒരു ലീഡോ അല്ലെങ്കിൽ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ഒരു ഫോൺ കോളോ ഇതുവരെ കിട്ടിയിട്ടില്ല പോലീസിന്. ആകെ ഉള്ളത് 4:05 ബബിത 24 ന്യൂസ് പ്രേക്ഷകയായ ബബിത എടുത്തു നൽകി പോലീസ് നൽകിയ ചിത്രത്തിനപ്പുറം ഒരു ലീഡിലേക്കും പോലീസ് പോകുന്നില്ല. ഷഫീദ് റാവുത്തർ എസ് വിജയകുമാർ എന്നിവർ ചേരുന്നുണ്ട്. ഷഫീദിലേക്ക് ഞാൻ പോകുന്നു. ഷഫീദ്, അപ്പം ഈ കന്യാകുമാരി എന്നുള്ളത് ഇപ്പോൾ അവിടുത്തെ ആ CCTVയിൽ വളരെ വിശദമായ പരിശോധന നടത്തിയതാണ്. ആ പരിശോധന തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 2-2.5 മണിക്കൂറായി. ഏതെങ്കിലും ഒരു ചിത്രമുണ്ടെങ്കിൽ ഇതിനോടകം കിട്ടേണ്ടതാണ്. അപ്പോൾ കന്യാകുമാരിയിൽ ഇനി കൂടുതൽ ഫോഴ്സ് ഇറങ്ങി തിരയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടോ? സമാന്തരമായി ഇപ്പോൾ പരിശോധന നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഷഫീദ്? അഷ്മിത, ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരിച്ച വിവരം പറയാൻ കഴിയും. കന്യാകുമാരിയിൽ നിരാശയാണ് ഫലം. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളില്ല എന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. ഈ സ്റ്റേഷനകത്തെ ദൃശ്യങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ CCTV റൂമിനകത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വളരെ വിശദമായിട്ടുള്ള അന്വേഷണം അതടക്കം നടക്കുകയായിരുന്നു. ഈ കേരള പോലീസ്, കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസിന്റെ, തിരുവനന്തപുരത്തുള്ള പോലീസിന്റെ സംഘം ഉൾപ്പെടെയുള്ളവരെത്തി വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി. പക്ഷേ അന്വേഷണത്തിനൊടുവിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു CCTV ദൃശ്യങ്ങളും ഇല്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് നിരാശയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഈ CCTV ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ആ പ്രതീക്ഷ ഏതാണ്ട് അവസാനിക്കുന്നു, അസ്തമിക്കുന്നു. ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. ഇനി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നമ്മൾ സമയം കളയുന്നത്, നമ്മൾ നടത്തുന്ന അന്വേഷണം അതൊന്നും കാര്യമായ എന്തെങ്കിലും പ്രയോജനത്തിലേക്ക് പോകും എന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഏത് വഴി കുട്ടി എത്തി എന്ന് നമ്മൾ സംശയിക്കുന്നത് ട്രെയിൻ മാർഗമാണ്. അങ്ങനെ ട്രെയിൻ മാർഗം എത്തിയെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലെയോ അതല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ കവാടത്തിലെയോ റെയിൽവേ സ്റ്റേഷൻ അകത്തെയോ ഏതെങ്കിലും ഒരു CCTV ദൃശ്യത്തിൽ ആ പെൺകുട്ടി പെടണമായിരുന്നു. പക്ഷേ അങ്ങനെ ആ പെൺകുട്ടി പോകുന്നു എന്ന് തെളിയിക്കുന്ന ഒരു CCTV ദൃശ്യവും ഇതുവരെ ഈ മൊമെന്റ് വരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല, കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ CCTVയിൽ നിരാശ എന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. കാരണം അതായിരുന്നു നമ്മുടെ ഏക ഹോപ്പ്. ഇനി എന്ത് എന്നുള്ള കാര്യം അത് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഒരു ഒരു തീരുമാനമുണ്ടാകണം. മാത്രമല്ല, ഈ പാറശാലയ്ക്ക് ശേഷം അതല്ലെങ്കിൽ കളിയിക്കവള വിട്ടതിന് ശേഷം വന്നിരിക്കുന്ന കുഴിത്തുറ, ഇരണിയൽ, അതേപോലെ തന്നെ നാഗർകോവിൽ അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനയുടെയും തിരച്ചിലിന്റെയും ആവശ്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ട ഒരു സമയം കൂടിയായി ഇത് മാറുന്നുണ്ട്. ഇന്ന് രാവിലെ 7 മണി കൂടിയാണ്, 7-7:10 ആ സമയത്തോടു കൂടിയാണ് കേരള പോലീസിന്റെ സംഘം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു നമുക്ക്. കാരണം RPF ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി, കുട്ടിയെ രാവിലെ 5:30 റെയിൽവേ സ്റ്റേഷന്റെ മുൻപിൽ കണ്ടു എന്നുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി ഉണ്ടെന്ന്. അങ്ങനെ ആ ഡ്രൈവർ പറഞ്ഞ സ്ഥലത്തൊക്കെ പോലീസ് അന്വേഷണം നടത്തി. ഈ സീഫേസിലേക്ക് പോകുന്നുവെന്ന ഒരു ഹോട്ടൽ ഉടമ, ടീ ഷോപ്പ് ഉടമയുടെ സ്ഥിരീകരിക്കാത്ത വിവരവും ഉണ്ടായിരുന്നു. സാദൃശ്യം തോന്നുന്ന എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സ്ഥിരീകരിക്കാം. അതിന് കാരണം ആ ചിത്രമാണ്. തീവണ്ടിയിലുണ്ടായ സ്ഥിരീകരണം ആ ഫോട്ടോ ആണ്, ബബിത എടുത്ത ഫോട്ടോ ആണ്. അത് വീട്ടുകാർ അത് കറക്റ്റാണ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഷഫീദ്, ആ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ്, 5-6 പ്ലാറ്റ്ഫോമുകളുള്ള വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അതിനനുസൃതമായ CCTV സംവിധാനങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു CCTVയിൽ വ്യക്തമല്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു ചിത്രം ഇതിനോടകം കിട്ടേണ്ടതല്ലേ ഷഫീദ്? അത് കിട്ടുന്നില്ല എന്നതിനർത്ഥം ഇനി കന്യാകുമാരിയിൽ തിരയേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ്. കന്യാകുമാരിയിൽ തിരയേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഏതാണ്ട് മറുപടി വന്നിരിക്കുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഒരു വലിയ സ്റ്റേഷനാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ ചിലത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും പ്രധാന കവാടത്തിലടക്കം CCTV ദൃശ്യങ്ങൾ ഉണ്ട്. അവിടെ നമുക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ അന്വേഷണം ഒരു ഡെഡ് എൻഡിലേക്ക് നീങ്ങി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ സമയം കളയുന്നതിൽ കാര്യമായ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങൾ, നാഗർകോവിലടക്കമുള്ള സ്ഥലങ്ങൾ, പക്ഷേ കുട്ടി കന്യാകുമാരിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 ചോദ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഒന്നുകിൽ കുട്ടി ഈ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുമ്പോഴാണ്, തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരം വിടും മുൻപാണ് ആ ഫോട്ടോ ബബിത എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം കുട്ടി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ കുട്ടിക്ക് അതിനുശേഷം എന്ത് സംഭവിച്ചു
എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു വ്യക്തമായ മറുപടി കിട്ടേണ്ടത്. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം കളിയിക്കവള മുതൽ, അതായത് കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള കളിയിക്കവള മുതൽ ഇങ്ങോട്ടേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ, അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കുഴിത്തുറ, ഇരണിയൽ, നാഗർകോവിൽ, ഈ 3 പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലും പരിശോധന നടത്തണം. അതിന്റെ പരിസരത്തെ ബസ് സ്റ്റാൻഡുകളിൽ, അവിടെ നിന്ന് കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതായിരിക്കും ഇനി ഉചിതമായി മാറുക. മറ്റ് അന്വേഷണ രീതികൾ, ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണ രീതികൾ, നമ്മൾ ഈ ഫോട്ടോ, ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകളെടുത്ത് പോയി ചോദിക്കുന്ന രീതികൾ, അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആയിരക്കണക്കിന് ആളുകൾ വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കന്യാകുമാരി. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ ആ രീതിയിലേക്കുള്ളൊരു പരിശോധനയൊക്കെ നമ്മൾ ഇനി നടത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സംശയലേശമന്യേ പറയാൻ കഴിയും. അതിനപ്പുറം കുട്ടി മറ്റ് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? നാഗർകോവിൽ ഒരു ഹബ്ബാണ്. നാഗർകോവിലിൽ നിന്ന് നമുക്ക് പല സ്ഥലത്തേക്ക് തിരിച്ചു പോയാൽ മാർത്താണ്ഡം, കളിക്കവള, തിരുവനന്തപുരത്തേക്ക് പോകാം. നേരെ സ്ട്രെയിറ്റ് ആണ് പോകുന്നതെങ്കിൽ തിരുനെൽവേലി, ചെന്നൈ, അത്തരം സാധ്യതകളുണ്ട്. തൊട്ടപ്പുറത്തേക്ക് രാമേശ്വരം എന്ന സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിൽ സാധ്യതകളുള്ള, തൃശ്ശി അടക്കമുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സാധ്യതകളുള്ള ആ പ്രദേശത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ, അത് ഇങ്ങനെ തന്നെയായിരിക്കാം ഏറ്റവും ഉപകാരപ്പെടുക എന്ന് തോന്നുന്നു. കാരണം ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു ഐഡിയ കൂടി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേരള പോലീസിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുറകോട്ട് പോവുകയാണെങ്കിൽ കന്യാകുമാരിക്ക് തൊട്ട് മുൻപ് നാഗർകോവിൽ, നാഗർകോവിൽ തൊട്ട് മുൻപ് കുഴിത്തുറ, കുഴിത്തുറയ്ക്ക് മുൻപ് ഇരണിയൽ, പാറശാല, അത്തരം ഈ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതായിരിക്കും ഇനി ഒരു പക്ഷേ ഉപകാരപ്രദമാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നമ്മൾ ഈ പറയുന്നത് പോലെ ഇനി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, കാരണം ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ ഇത്ര വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടില്ലെങ്കിൽ, മണിക്കൂറുകൾ എടുത്ത് നടത്തിയ തിരച്ചിലുകൾ കണ്ടില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും പറയാനില്ല. നേരത്തെ തന്നെ തമിഴ്നാട് പോലീസ് അതിൻ്റെ ഒരു സൂചന നൽകിയിരുന്നു. കാരണം ഇന്നലെ 3:30-ക്കാണ് ഈ കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് കയറിയ ട്രെയിൻ കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. ആ സമയത്തിന് ശേഷം ഏതാണ്ട് 5:30-6 മണിയോടുകൂടി മിസ്സിംഗ് അലേർട്ട് അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിസ്സിംഗ് അലേർട്ട് വരുന്ന സമയത്ത് തന്നെ അവരിവിടെ ജാഗ്രതയിലായിരുന്നു, അവർ അലേർട്ടിലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി. പക്ഷെ അപ്പോഴൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളൊരു സംശയം ഈ പുലർച്ചെ എങ്ങാനും എത്തിക്കാണുള്ളൊരു വഴിയായിരുന്നു. പക്ഷേ 5:30-ക്ക് റെയിൽവേ സ്റ്റേഷന് മുൻപിൽ കുട്ടിയെ കണ്ടു എന്നുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സംശയത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ ഒരു മൊഴി അത് സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് ചില വിവരങ്ങൾ തേടിയപ്പോഴും, കേരള പോലീസിൽ, തിരുവനന്തപുരം സിറ്റി പോലീസിലെ മറ്റു ചിലരോട് വിവരം തേടിയപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഏതായാലും കുട്ടി ആ ട്രെയിനിൽ യാത്ര ചെയ്തു തമിഴ്നാട് ഭാഗത്തേക്ക് വന്നു. അത് നമുക്ക് സ്ഥിരീകരിക്കാം. അത് കന്യാകുമാരി ആണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിവരമോ CCTV ദൃശ്യം ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ഉള്ളത് ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ കണ്ടു. ഒരുപക്ഷെ ഈ കുട്ടിയുമായി സാദൃശ്യമുള്ള ആളുമാകാമല്ലോ. അത് ആകെ ഒറ്റ മൊഴി മാത്രമേ ഉള്ളൂ അങ്ങനെ അത്തരത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അതിലും ഞാൻ വിജയകുമാർ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഈ ഷിരൂരിലെ വാർത്തയാണ്. ഷിരൂരിലെ പരിശോധന സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള സാധ്യതകൾ പരിശോധിച്ച കാര്യം ഈ തൽസ്ഥിതി റിപ്പോർട്ടിൽ കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഗംഗാവലി പുഴയിൽ ഹൈഡ്രോഗ്രാഫിക് പരിശോധന നടത്തി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ റിപ്പോർട്ടാണ് നൽകിയത്. അപ്പോൾ വിശദമായ റിപ്പോർട്ടിൽ അല്പസമയത്തിനകം പ്രേക്ഷകരെ അറിയിക്കാം എന്നും കരുതുന്നു. വിജയകുമാർ ചേർന്നു. വിജയകുമാർ, ഇവിടെ ഈ കുട്ടിയുടെ ചിത്രം കാണുന്ന ഫോട്ടോ കണ്ടാൽ കുട്ടി ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. ബബിത എടുക്കുന്ന ഫോണിൻ്റെ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കുട്ടിയുടെ ചിത്രം എടുക്കുകയാണെന്നൊരു പക്ഷേ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ആരും കാണാതെ പോയതാണെങ്കിൽ ഒരു പക്ഷേ ഈ സ്റ്റേഷൻ കഴിയുമ്പോൾ ആരെങ്കിലും തിരക്കി വന്നേക്കാം എന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നാഗർകോവിലേക്ക് പോയിട്ടുണ്ടാകാം. അങ്ങനെ പലവിധ പോസിബിലിറ്റിയാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അടിയന്തരമായി ചെയ്യേണ്ടത് കന്യാകുമാരി കേന്ദ്രീകരിച്ച പരിശോധനയ്ക്കപ്പുറം കുറച്ചുകൂടി വിപുലമായ, കുറച്ചുകൂടി മാസീവായ സെർച്ച്, കുറച്ചുകൂടി അന്വേഷണ സംഘങ്ങളെ ഏകോപിപ്പിച്ച് നടത്തേണ്ടതുണ്ട്. ഈ മണിക്കൂറിൽ 26 മണിക്കൂർ പിന്നിടുന്നു വിജയകുമാർ. അശ്മി, നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. അന്വേഷണം കുറെ കൂടി വിപുലമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസ് അതുപോലെ റെയിൽവേ പോലീസും സംയുക്തമായി ചെന്നൈ റൂട്ടിൽ, അതായത് കന്യാകുമാരി, തിരുനെൽവേലി, ചെന്നൈ റൂട്ടിലെ ട്രെയിനുകളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്ന ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ചെന്നൈയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ സഹായമാണ് അക്കാര്യത്തിൽ ലഭിക്കുന്നത്. ഇങ്ങോട്ട് കന്യാകുമാരിയിൽ നിന്ന് തിരികെ തിരുവനന്തപുരം റൂട്ടിലേക്ക് റെയിൽ മാർഗവും റോഡ് മാർഗവുമുള്ള അന്വേഷണം കേരള പോലീസ് നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതായത് നമുക്ക് പാറശാല വരെ ഈ കുട്ടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നതിന് സ്ഥിരീകരിച്ച വിവരം ഇപ്പോൾ പോലീസിനുണ്ട്. അതായത് പാറശാലയിൽ ഇറങ്ങുമ്പോൾ പാറശാലയിൽ ആ കുട്ടി ഉണ്ടായിരുന്നു. പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിൽ 3 സ്റ്റേഷനുകളാണുള്ളത്.
അതിൽ ഇരണിയൽ അടക്കമുള്ള സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഈ നാഗർകോവിൽ അടക്കം ഇരണിയൽ അടക്കമുള്ള ഈ സ്റ്റേഷനുകളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കുന്നു. അതായത് അങ്ങോട്ട് ചെന്നൈ മുതൽ അല്ലെങ്കിൽ ചെന്നൈ വരെ, തിരികെ ഇവിടെ തിരുവനന്തപുരം വരെ, അങ്ങനെ ട്രെയിനിൽ ഈ മേഖലയിൽ വിശദമായ പരിശോധന നടത്തുകയാണ് തമിഴ്നാട്, കേരള പോലീസും റെയിൽവേ പോലീസും. ഈ കുട്ടിയുടെ ചിത്രം കാണിച്ച് യാത്രക്കാരോട് ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ട്രെയിനുകളിൽ ചോദിക്കുന്നതിനോടൊപ്പം എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ ബോഗികളിലും പരിശോധന നടത്തുന്നു. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇരണിയിലടക്കം നാഗർകോവിലടക്കം റെയിൽവേ സ്റ്റേഷനുകളിൽ, ചെറുതും വലുതുമായ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തുന്നു. പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിൽ നമ്മളുടെ പക്കൽ ആകെയുള്ളത് ഈ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ. അത് കൃത്യമാണ്. ആ തെളിവുകൾ ബബിത എടുത്ത ഫോട്ടോ, അത് ഈ കുട്ടിയുടെ കുടുംബം സ്ഥിരീകരിക്കുന്നു. അത് ഉറപ്പിക്കാവുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. നേമത്തിനും ബാലരാമപുരത്തിനും ഇടയിലാണ് ബബിത ഈ ഫോട്ടോ എടുത്തതെന്ന് ബബിത തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനിൽ ഈ സമയത്ത് ഈ കടന്നുപോയ ട്രെയിനിൽ ആ കുട്ടി ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. ഇനിയിപ്പോൾ കന്യാകുമാരിയിൽ ഇറങ്ങിയെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി, അത് നമുക്ക് ഇനിയും മുഖവിലേക്ക് എടുക്കണമോ എന്നതിൽ പോലീസിനും സംശയമുണ്ട്. കാരണം ഈ സ്റ്റേഷനകത്തും പുറത്തുമുള്ള അത് വർക്ക് ചെയ്യുന്ന മുഴുവൻ CCTVകളുടെയും ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നിലും ഈ കുട്ടിയില്ല. ഈ ട്രെയിൻ വരുന്ന സമയത്ത് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവരിൽ ഒരു യാത്രക്കാരുടെയും അല്ലെങ്കിൽ ഈ കുട്ടിയുമായി രൂപസാദൃശ്യമുള്ള ഒരു യാത്രക്കാരും ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ ആ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ പുറത്തിറങ്ങിപ്പോയി എന്ന് ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 5-5.5 മണിക്കൂർ 6 മണിക്കൂറോളം അവിടെ നമ്മൾ അരിച്ചു പിറക്കി. എത്താവുന്ന സ്ഥലത്ത് ബീച്ച്, അതുപോലെ തന്നെ കടകൾ, അവിടെ എത്താവുന്ന മറ്റ് വ്യാപാര കേന്ദ്രങ്ങൾ, പരിസര പ്രദേശങ്ങളിലെ റോഡ്, ചർച്ച്, ക്ഷേത്രത്തോട് ചേർന്നുള്ള ഭാഗം, അവിടെയൊക്കെ പരിശോധന നടത്തി. അവിടെയൊന്നും ആ കുട്ടിയില്ല എന്ന് ഇതിനോടകം ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റാരും ആ കുട്ടിയെ കണ്ടിട്ടുമില്ല എന്നതുകൊണ്ട് അത് ദൂരെ എവിടെയെങ്കിലും പോയി എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഇനി ബസ്സിൽ കയറി എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ ബസ്സിൽ കയറുന്നതിനിടയിൽ ആ കുട്ടിയെ കാണാവുന്ന CCTVകളിലൊന്നും കുട്ടിയില്ല, മറ്റാരും അതിനെ കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി കന്യാകുമാരിയിൽ നമ്മൾ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റുള്ള സാധ്യതയാണ് ഇനി പരിശോധിക്കേണ്ടത്. അതിൽ എനിക്ക് തോന്നുന്നത് ഈ പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാധ്യതയാണ്. ആ നിലയ്ക്ക് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കന്യാകുമാരി എന്നൊരു ഫോക്കസിൽ ഏറെ സമയം നമ്മൾ ചിലവഴിച്ചു. അത് ഈ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ നമുക്കാരെയും കുറ്റപ്പെടുത്താനും കഴിയില്ല. അതുകൊണ്ട് കന്യാകുമാരിയിൽ നമ്മൾ തിരുവനന്തപുരം റൂട്ടിലേക്ക് ഒന്ന് തിരികെ വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പാറശാല കഴിഞ്ഞുള്ള ഇരണിയിലടക്കം അല്ലെങ്കിൽ ബാലരാമപുരം കഴിഞ്ഞ് പാറശാലയൊക്കെ കഴിഞ്ഞിട്ടുള്ള 3 സ്റ്റേഷനുകൾ, നാഗർകോവിൽ കുറെ കൂടി വലിയ സ്റ്റേഷനാണ്. അപ്പോൾ നാഗർകോവിൽ തള്ളാൻ കഴിയാത്ത ഒരു സാധ്യതയാണ്. ഇരണിയൽ അത്ര വലിയ സ്റ്റേഷനല്ല, പക്ഷേ നാഗർകോവിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. അതുകൊണ്ട് ധാരാളം ആളുകൾ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്ത തിരുവനന്തപുരത്ത് നിന്ന് ഈ പറയുന്ന കന്യാകുമാരി റൂട്ടിൽ പോകുന്നതിൽ അധികം ആളുകളും ഇറങ്ങുന്ന കന്യാകുമാരിക്ക് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ എന്ന നിലയിൽ നാഗർകോവിൽ ഒരു വിശദമായ പരിശോധന നടത്തേണ്ടി വരും. ഒരുപക്ഷെ പോലീസിൻ്റെ അടുത്ത ശ്രദ്ധാകേന്ദ്രം നാഗർകോവിൽ തന്നെയായിരിക്കും. ഇനി കന്യാകുമാരിയിൽ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചെന്നൈയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. അവിടേക്കുള്ള പരിശോധന നടത്തുന്നുണ്ട്. തമിഴ്നാട് പോലീസാണ് അവിടെ പരിശോധന നടത്തുന്നത്. കുട്ടിയുടെ ചിത്രം കാണിച്ച് അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ട്രെയിനുകളിൽ റെയിൽവേ പോലീസിൻ്റെ RPFൻ്റെ പരിശോധനയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ മുന്നിലുള്ള സാധ്യതകൾ 3 ഒന്ന്, തിരികെ തിരുവനന്തപുരത്തേക്ക് ആ കുട്ടി വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ റോഡാണോ റെയിൽ മാർഗമാണോ വന്നിട്ടുണ്ടാവുക. 2 സാധ്യതകൾ ആ നിലയ്ക്ക് പരിശോധിക്കണം. കന്യാകുമാരിയിൽ ഇറങ്ങി എന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി ഇനിയിപ്പോൾ CCTVകളിലൊന്നും പെടാതെ അത് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആ നിലയിൽ കന്യാകുമാരിയിൽ നിന്ന് അത് ചെന്നൈക്ക് പോയിട്ടുണ്ടോ. അങ്ങനെയാണെങ്കിൽ 5:50 ഒരു ട്രെയിൻ അവിടെ വന്ന് ചെന്നൈക്ക് പോയി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ സാധ്യത, അങ്ങനെ ഈ 3 സജീവ സാധ്യതകൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. 3ഉം പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുക അല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു പോംവഴികളില്ല. അതുകൊണ്ട് ഒരു പ്ലാൻ A ആയിരുന്നു കന്യാകുമാരി എങ്കിൽ ഇനി പ്ലാൻ B എന്നത് തിരികെ തിരുവനന്തപുരത്തേക്കുള്ള റോഡ് റെയിൽ യാത്രാമാർഗങ്ങൾ, മറ്റൊന്ന് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള റോഡ് റെയിൽ മാർഗങ്ങൾ. ഇത് 2ഉം പരിശോധിക്കാതെ തരമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ സങ്കീർണമാക്കിയിട്ടുണ്ട്. അതാണ് കന്യാകുമാരിയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ആകെ വ്യക്തമാക്കുന്നത്. ഒരു അനിശ്ചിതാവസ്ഥയുണ്ട് തിരച്ചിലിൽ എന്നത് നമ്മൾ വളരെ സങ്കടത്തോടെ, അത് വസ്തുതയാണ്, അത് പറയാതെ തരമില്ല ഹാഷ്മി.